ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ബലിപെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിസ്കാരം വളരെ പവിത്രമായും ലളിതമായും നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നിർവഹിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബലിപെരുന്നാൾ എന്ന് പറയാം. നമ്മുടെ ഇസ്ലാം മത വിശ്വാസികൾ ആഘോഷിക്കുന്ന വർഷത്തിൽ രണ്ടാമത്തെ പെരുന്നാളാണ് ബലിപെരുന്നാൾ. ഈ ബലിപെരുന്നാളിനെ ബലിപെരുന്നാൾ എന്നും അതുപോലെ തന്നെ ഈദുൽ അദ്ഹ എന്നും പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മകൻ ഇസ്മായിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ത്യാഗത്തിൻ്റെയും സമർപ്പണ ബോധത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. വീട്ടിൽ തന്നെ ബലിപെരുന്നാൾ നമസ്കാരം എങ്ങനെ നിസ്കരിക്കാം എന്ന് നോക്കാം. സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അത് ചെറിയ പെരുന്നാൾ ആയാലും ബലിപെരുന്നാൾ ആയാലും അങ്ങനെ തന്നെയാണ്. 2 റക്അത്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നിസ്കരിക്കേണ്ട സമയം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ്. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റിന് ശേഷം നമസ്കരിക്കലാണ് ഉത്തമം എന്ന് പറയുന്നത്. 20 മിനിറ്റിന് മുമ്പ് നിസ്കരിക്കുന്നത് കറായത്താണ്. പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റയായി നമസ്കരിക്കാവുന്നതാണ്. നിസ്കരിക്കേണ്ട രൂപം ആദ്യം തന്നെ ഞങ്ങൾ നിയത്ത് ചെയ്യുക. വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു. ഇമാമോട് കൂടി നമസ്കരിക്കുന്നതാണെങ്കിൽ വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഇമാമോട് കൂടി നിർവഹിക്കുന്നു എന്ന് നിയത്ത് വെക്കുക. നിയത്ത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക. കൈ കെട്ടിയതിന് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ വജ്ജത്ത് ഓതുക. അതിനുശേഷം ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. അതിനുശേഷം ഒന്നാമത്തെ റക്അത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുകയും ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുകയും ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫ് അല്ലെങ്കിൽ സൂറത്തുൽ അഹ്ല എന്ന സൂറത്ത് ഓതുക. ശേഷം ഒന്നാമത്തെ റക്അത്തിൽ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക. രണ്ടാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയ ശേഷം മുമ്പ് പറഞ്ഞതുപോലെ 5 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറിനിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമർ അല്ലെങ്കിൽ സൂറത്തുൽ ഹാഷിയ ഓതുക. ശേഷം സാധാരണ നമസ്കാരം പോലെ രണ്ടാമത്തെ റക്അത്ത് പൂർത്തിയാകുക. ഇതോടുകൂടി നമസ്കാരം പൂർത്തിയായി. ഈ സൂറത്തുകൾ അറിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 കുത്തുബ ഓതേണ്ടതുണ്ട്. അത് പുരുഷന്മാരുടെ ജമാഅത്തിലാണ് ഓതേണ്ടത്. ഈ നിസ്കാരത്തിൽ 7 തക്ബീറും 5 തസ്ബീഹുമാണ് ചൊല്ലിയിട്ടുള്ളത്. ചൊല്ലിയ തക്ബീറിൻ്റെയും തസ്ബീഹിൻ്റെയും എണ്ണം കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ നിസ്കാരം നഷ്ടമാകില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക്.